ഏസിന്റെ ഇൻഡോറിൽ എവിടെയെങ്കിലും മരപ്പട്ടി കയറുന്നത് കണ്ടിട്ടുണ്ടോ? എന്നാലേ മരപ്പട്ടി കയറിയുള്ള അവസ്ഥ എന്തായിരിക്കും? സംഭവം നടന്നത് കോഴിക്കോട് ജില്ലയിലെ മാങ്കാവിലായിരുന്നു കേട്ടോ. ഏസിന്റെ ഉള്ളിൽ മരപ്പട്ടിയെ കാണുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് എന്നെ വിളിച്ചത്. ഇതിന്റെ ഉള്ളിൽ ഉണ്ടാവുന്ന ഏസിന്റെ ഇൻഡോർ യൂണിറ്റിനുള്ളിൽ എങ്ങനെ മരപ്പട്ടി കയറാനാണ്? ഞാൻ അതാലോചിച്ച് ചെല്ലുമ്പോഴാണ് ഇൻഡോറിന്റെ ഉള്ളിൽ മരപ്പട്ടി അല്ലട്ടുള്ളത്, നമ്മുടെ എലിക്കുട്ടികളാണ്. മരപ്പട്ടിനെ പിടിക്കാൻ പോയ ഞാൻ എലിനെ പിടിക്കേണ്ട അവസ്ഥയിലായി. അവസാനം 1-2 എലി അല്ലട്ടോ ഉണ്ടായിരുന്നത്, 8 ഉണ്ടായിരുന്നു. ഇതുപോലെ ഏസിന്റെ പൈപ്പ് വരുന്ന ഭാഗം അടച്ചിട്ടില്ലായിരുന്നെങ്കിൽ എലി മാത്രമല്ല കേട്ടോ വരിക, പാമ്പും വരും. എലിന്റെ ബാക്കിലാണ് പാമ്പുകൾ വരാറുള്ളത്. നമ്മളെ വീട്ടിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിടക്കാൻ നേരത്ത് ഭയങ്കരമായിട്ട് AC-ൻ്റെ ഉള്ളിൽ നിന്ന് സൗണ്ട് കേൾക്കുക, അതേപോലെ തന്നെ ബാത്റൂം ടോയ്ലറ്റിൻ്റെ ഉള്ളിൽ നിന്ന് സൗണ്ട്, സീലിങ്ങിൻ്റെ ഉള്ളിൽ നിന്ന് സൗണ്ട് വല്ലാതെ വരിക. അപ്പോൾ നമ്മളെ വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വിചാരിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മരപ്പെട്ടിയാണെന്നുള്ള ഒരു ചിന്താഗതി ആയിരുന്നു. കാരണം ഇതിന് മുന്നേ ഇവിടെ AC-ൻ്റെ ഉള്ളിൽ ഒരു വാല് കാണാൻ ഇടയുണ്ടായി. വാല് സ്വാഭാവികമായിട്ടും മരപ്പെട്ടിയൊക്കെ തൊപ്പ ഉണ്ടാവും, അപ്പോൾ തൊപ്പയില്ല. അപ്പോൾ ഒരു നേരിയ വാലാണ് കണ്ടത്. പിന്നെ എലിയാണെന്നും ഒരു ഡൗട്ട് ഉണ്ടായി. അപ്പോൾ അങ്ങനെ നമ്മൾ ഷിയാബിനെ വിളിക്കുകയുണ്ടായി. നമ്മളെ സുഹൃത്ത് ഷിയാബിനെ വിളിച്ച് ഷിയാബ് ഇവിടെ വരലുണ്ടായി. അങ്ങനെ കാര്യങ്ങളൊക്കെ നോക്കി നല്ല നീറ്റിലും വെടുപ്പിലും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. സീലിംഗ് പൊളിച്ച് അതിൻ്റെ ഉള്ളിൽ കുറേ ഒരു 8 എലിക്കുഞ്ഞുങ്ങളുണ്ടാവും അതിൻ്റെ ഉള്ളിൽ. ആ 8 എലിക്കുഞ്ഞുങ്ങളെടുത്ത് അതേപോലെ AC ഉള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ആക്കി തന്ന് എല്ലാം നീറ്റാക്കി വെടിപ്പാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇതേപോലെ വീട്ടിലോ എന്തെങ്കിലും പ്രശ്നമോ കാര്യങ്ങളോ എന്തെങ്കിലും വരികയാണെങ്കിൽ ഷിയാബിനെ കോൺടാക്ട് ചെയ്യുക. ഷിയാബ് അത് വേണ്ട രീതിയിൽ കാര്യങ്ങൾ ചെയ്തു തരും. അപ്പോൾ വളരെ ബുദ്ധിമുട്ടി, ഇപ്പോൾ നിങ്ങൾക്കത് അവിടെ പൊടിയൊക്കെ കണ്ടാൽ അറിയാം, അത് AC-ൻ്റെ വയറും കാര്യങ്ങളൊക്കെ എലി കടിച്ചിട്ട പൊടിയും കാര്യങ്ങളൊക്കെയാണത്, നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. അപ്പോൾ അത്ര ഒരു ബുദ്ധിമുട്ട് ആർക്കും വരാതിരിക്കട്ടെ. വന്നാൽ ഷിയാബുമായിട്ട് ബന്ധപ്പെടുക. ഓക്കെ, താങ്ക് യു.